ഏതൊരു കഠിനപാപിക്കും രക്ഷയുണ്ട്. എന്നാൽ യേശുക്രിസ്തു പാപിയെ തേടിയാണ് വന്നത്. മനുഷ്യൻ ബലഹീനനാണ്. അവനെപ്പോഴും നൈമിഷിക നിമിഷത്തിൽ പാപത്തിൽ പതിക്കപ്പെടാം. എന്നാൽ അവന്റെ പാപത്തിന് മുഴുവനും പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് കർത്താവായ യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മനുഷ്യർ ചെയ്യുന്നതും ചെയ്യാനിരിക്കുന്നതുമായ പാപത്തിനു മുഴുവനുമാണ് യേശു ഒരു കുറ്റമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപിയോടുകൂടെ എണ്ണപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കുരിശിൽ മൂന്നാണിമേൽ പീഡ സഹിച്ചു മരിച്ചത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി. അവന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ദൈവം അവനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ജയിലിൽ ചെന്ന് ജയിൽ മിനിസ്ട്രിയായ കന്യാസ്ത്രീമാരും മാടപ്രാവുകളെ പോലെ ഉള്ള പുരോഹിതരും കന്യാസ്ത്രീമാരും അവിടെ ചെന്ന് ഈ സൗജന്യമായ പാപക്ഷമയുടെ സുവിശേഷം പറയുകയാണ്. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്ത് ആശ്വസിപ്പിച്ച് രക്ഷയുടെ വഴിയിലേക്ക് നിന്ന് മാനസാന്തരപ്പെട്ട ലക്ഷക്കണക്കിന് കുറ്റവാളികൾ. ഇതാണ് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് ഓരോ ക്രൈസ്തവനും. അത് ക്രിസ്തുവിൽ നിന്ന് പഠിച്ചതാ. ക്രിസ്ത്യാനി ആരെയും ആക്രമിക്കുകയില്ല മതത്തിനു വേണ്ടി. ക്രിസ്ത്യാനിയുടെ പ്രവൃത്തി എന്ന് പറഞ്ഞത് മതത്തിനു വേണ്ടി മതം വളർത്തുന്ന പരിപാടിയെ ക്രിസ്ത്യാനിക്കില്ല. പക്ഷേ മനുഷ്യരെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്നു. അവന്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന് വിലപ്പെട്ടതാണെന്ന ബോധ്യത്തിനാൽ അവന്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ അവനോട് ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ അവനെ മല്ല് പിടിച്ച് മതം മാറ്റുന്ന പരിപാടി ക്രിസ്ത്യാനിക്കില്ല.